ഇംഗ്ലീഷ് എക്സാമിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്തത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ഈ സമയത്തിന് എഴുതി തീർക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല. നമ്മളിനിയിപ്പോൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും അത് സമയത്തിന് എഴുതി തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാർക്കൊന്നും കിട്ടണമെന്നില്ല. നിങ്ങളൊരു എല്ലാ ചാപ്റ്ററും എല്ലാ ഡിസ്കോഴ്സുകളും എല്ലാ ഗ്രാമറും പഠിച്ചു പോയാലും സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്തത് വലിയൊരു വില്ലനാവും. സോ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഫൈനൽ ബെല്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേപ്പർ സമാധാനത്തോടു കൂടെ നിങ്ങളുടെ ഇൻവിജിലേറ്ററിന് കൊടുക്കാൻ പറ്റും. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യം കിട്ടുന്ന ആ 15 മിനിറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ 15 മിനിറ്റ് തന്നത് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ച് നോക്കാൻ മാത്രമല്ല കേട്ടോ, പ്ലാൻ ചെയ്യാനുമാണ്. അപ്പോൾ നിങ്ങൾ അത് ക്ലിയറായിട്ട് കെയർഫുള്ളായിട്ട് സമാധാനമായിട്ട് വായിച്ചു നോക്കുക. അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊന്നും മൈൻഡ് ആക്കണ്ട. പക്ഷേ കൃത്യമായിട്ട് സമാധാനമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക, ഒന്നാമത്തെ കാര്യം. ഇനിയാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളും അവോയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പ്. പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട്. എന്താ പ്ലാൻ ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതാൻ പോകുന്നതിൻ്റെ ഓർഡറാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത അതേ ഓർഡറിൽ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം ഉണ്ടാവില്ല. നിങ്ങൾ അതുപോലെ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവും. ചില ചാപ്റ്റർ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, ചിലത് നിങ്ങൾ പറ്റി അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിൽ എത്ര കോൺഫിഡൻസ് ഉണ്ട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ, അതിനനുസരിച്ചാണ് നമ്മൾ ആ ഓർഡർ പ്ലാൻ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആദ്യത്തെ പാസേജ് കോംപ്രഹെൻഷൻ, പോം കോംപ്രഹെൻഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്നൊരു 4 1 വേർഡിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ കുഞ്ഞു മാർക്ക് ഉണ്ടാവില്ല, അതായത് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ആദ്യം തന്നെ എഴുതി തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ മാർക്ക് അവസാനത്തിലുള്ള ആ വെപ്രാളത്തിൽ വെറുതെ നിങ്ങളുടെ മാർക്ക് കുറേ പോകും. അപ്പോൾ ഈ ആദ്യമുള്ള ഈ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മാർക്ക് കൂടിയ ചോദ്യങ്ങളാണ്. ഒന്നെങ്കിൽ 2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നെങ്കിൽ ഏറ്റവും മാർക്ക് കൂടിയ ചോദ്യം, അതായത് 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ഒക്കെ ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് അങ്ങനെ എഴുതാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ആൻസർ ഷീറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഈ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ഒരുപാട് അങ്ങോട്ട് എഴുതും, 1ഉം 2ഉം പേജ് എഴുതും. അവസാനം 8 മാർക്കിൻ്റെ ചോദ്യം എത്തുമ്പോൾ നിങ്ങൾക്ക് സമയം തികയാതെ വരും. നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെക്കും, നിങ്ങളുടെ മാർക്ക് പ്രധാനമായിട്ട് അവിടെ ആയിരിക്കും പോവുക. ഓക്കെ, സോ നിങ്ങൾ ആദ്യം 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എഴുതി തുടങ്ങുമ്പോൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. എത്ര എഴുതണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര മാർക്കിന് എത്ര എഴുതണം എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആകെ വലിച്ചു വാരി എഴുതും, ഒരു ഓർഡർ ഇല്ലാതെ എഴുതും, ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ എഴുതും. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഞാൻ കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞുതരാം. നിങ്ങൾ 4 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ 4 മാർക്കിന് നിങ്ങൾ എത്ര എഴുതിയാൽ മതി? അര പേജ് എഴുതിയാൽ മതി. അതായത് ഒരു പേജിൻ്റെ ഒരു പുറത്ത് അര പേജ് എഴുതിയാൽ മതി. ഒരു പുറത്തിൻ്റെ അര ഭാഗം എഴുതിയാൽ മതി. അത്രയും മതി 4 മാർക്കിന് നിങ്ങളുടെ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ. ഇനി ആ 5 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3/4 പേജ് എഴുതി വെക്കണം. 3/4 പേജ് എഴുതി വെക്കണം. ഇതൊന്ന് ഓർത്ത് വെക്കണേ, ഇതൊന്ന് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു 6 മാർക്കിനാണെന്നുണ്ടെങ്കിലോ, 6 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഒരു പേജിൻ്റെ ഒരു പുറം മുഴുവനായിട്ടും എഴുതണം. ഒരു പേജിൻ്റെ ഒരു പുറം മുഴുവനായിട്ടും എഴുതണം. ഇനി 8 മാർക്കിനാണെന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ 2 പുറം എഴുതി വെക്കണം. അതായത് 2 പേജ് എന്ന് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 പേജ് എന്ന് പറയുമ്പോൾ അല്ലേ, 4 പുറമല്ല, ഒരു പേജിൻ്റെ ഒരു പുറവും അപ്പുറത്തെ പുറവും നമ്മൾ 8 മാർക്കിന് എഴുതണം. എന്നാലേ 8 മാർക്കിനുള്ള വകുപ്പ് അതിലുണ്ടാവുള്ളൂ. 8 മാർക്ക് എന്ന് പറയുമ്പോൾ എസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. എസ് അതുപോലെ തന്നെ പിന്നെ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് 8 മാർക്കിന്. പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് അപ്രിസിയേഷനാണ്, അതായത് നമ്മൾ പഠിക്കാത്ത പോയത്തിലുള്ള അപ്രിസിയേഷനാണ്. അപ്പോൾ 8 മാർക്കിന് നിങ്ങൾ 2 പുറം മിനിമം എഴുതണം. അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എത്ര എഴുതണം എന്നുള്ളത് മനസ്സിലാക്കി. ഇനി എഴുതുന്നതിന് മുന്നേ, അതായത് നമ്മൾ എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റിലെ ഒന്ന് മനസ്സിലൂടെ ഇട്ട് ഓടിച്ചു നോക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ മിനിമം അതിൽ 6 പോയിന്റുകളെങ്കിലും വേണം. ആ 6 പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലൂടെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയത്തിന് അത് എഴുതി തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓൾറെഡി കൊടുത്ത പോയിന്റ് വീണ്ടും 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 പറയാൻ നിൽക്കേണ്ട, അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടില്ല. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വായിക്കുന്ന ആളിലൊരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ കുട്ടിയൊന്നും പഠിച്ചിട്ടില്ല, അവൻ പറഞ്ഞതിന് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ഒരു മാർക്ക് അവർക്ക് അവിടെ പോകും. അപ്പോൾ അനാവശ്യമായിട്ട് റിപ്പീറ്റേഷൻ, സെയിം പോയിന്റ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട.
അവസാനത്തെ കാര്യം, നിങ്ങൾ എക്സാം ഹാളിലിരുന്ന് പാനിക് ആവാണ്ടിരിക്കുക. അതിൽ അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുറേ ഓപ്ഷണലായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമുക്കൊരു 6 ചോദ്യങ്ങളിൽ ചിലപ്പോൾ 4 എഴുതേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ 1-2 ചോദ്യങ്ങൾ പഠിക്കാത്തതോ നോക്കാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാലല്ലേ പാനിക് ആവേണ്ട, നിങ്ങൾ പഠിച്ച കാര്യം കൂടെ മറന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നാളത്തെ എക്സാമിന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയാൽ മതി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.